ശ്രീ വായൂർ സോമൻ, ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. സർ, പീരുമേട് മണ്ഡലത്തിൽ ഇടുക്കി ജില്ലയിലെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ വേണ്ട നിർമ്മാണ സാമഗ്രികൾ ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രവർത്തിച്ചിരുന്ന ക്രഷറുകൾക്ക് തുടർ പ്രവർത്തനത്തിന് അനുവാദം നൽകാത്തതും പുതിയ ക്രഷറുകൾ അനുവദിക്കാത്തതുമാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. പീരുമേട്ടിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ഒരു ക്രഷറിന് മാത്രമാണ് അനുവാദം നൽകിയിട്ടുള്ളത്. അതും നിലവിൽ യന്ത്രത്തകരാർ എന്ന കാരണം പറഞ്ഞ് പൂട്ടിയിട്ടിരിക്കുകയാണ്. നിലവിൽ തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നാണ് ഇടുക്കി ജില്ലയിലേക്ക് കല്ലുകളും മെറ്റലും മറ്റും ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. 100 കിലോമീറ്ററോളം അകലം വരുന്ന സ്ഥലത്ത് നിന്ന് ഭീമമായ തുകയ്ക്കാണ് കരാറുകാർ നിർമ്മാണ സാമഗ്രികൾ ഇടുക്കിയിലേക്ക് എത്തിക്കുന്നത്. ഇതുമൂലം സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട നികുതിയും ലഭിക്കുന്നില്ല. നിലവിൽ തമിഴ്നാട്ടിലെ ക്രഷറുകൾ പാസ് ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അവിടെയും അവർ സമരത്തിലാണ്. 16 വർഷമായി തകർന്നു കിടന്ന വണ്ടിപ്പെരിയാർ പശ്ചിമല പ്ലാമല റോഡ് പുനർനിർമ്മിക്കുവാൻ PWD തുക അനുവദിച്ച് കഴിഞ്ഞ ഫെബ്രുവരി 27 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. എന്നാൽ ലെവൽസ് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം നിർമ്മാണ സാമഗ്രികൾ ലഭിക്കാത്തതിനാൽ അവിടെ റോഡ് നിർമ്മാണം ആരംഭിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പരിസ്ഥിതിയുടെ പ്രശ്നം പറഞ്ഞ് കല്ലുപൊട്ടിക്കുവാൻ അനുവാദം കൊടുക്കാത്തത് വളരെ ഖേദകരമാണ്. ഇടുക്കി ജില്ലയെക്കാളും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുള്ള പല രാജ്യങ്ങളിലും വൻകിട കെട്ടിട നിർമ്മാണങ്ങളും റോഡ് നിർമ്മാണവും നടക്കുന്നത് ശാസ്ത്രീയമായി പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് കൃഷിയിടം നനയ്ക്കുന്നതിന് വേണ്ടി കുളം നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള അപേക്ഷ ജിയോളജിസ്റ്റിന് നൽകുമ്പോൾ ജിയോളജി ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും അത് RDOയുടെ നേതൃത്വത്തിൽ വീണ്ടും പരിശോധന നടത്തി വീണ്ടും സർക്കാരിൻ്റെ അനുവാദം മേടിക്കണമെന്നുള്ള നിയമമാണ് നിലവിലുള്ളത്. ഇത്തരം 100 കണക്കിന് അപേക്ഷകൾ തീരുമാനമാകാതെ കെട്ടിക്കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവൃത്തികളും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള റോഡ് നിർമ്മാണവും MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഒന്നും തന്നെ മാർച്ച് മാസം കഴിയാറായിട്ടും ആരംഭിക്കുവാൻ കഴിയാത്തത് ഖേദകരമാണ്. ഈ സാഹചര്യത്തിൽ ഒന്നെങ്കിൽ ശാസ്ത്രീയമായ പഠനം നടത്തി നിബന്ധനകൾക്ക് വിധേയമായി ക്വാറികൾക്ക് അനുവാദം നൽകുകയോ അല്ലെങ്കിൽ നദികളിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന കുന്നുകൂടിക്കിടക്കുന്ന വൻകിട പാറകൾ പൊട്ടിച്ചു മാറ്റി. വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. സർ, ഇടുക്കി ജില്ലയിൽ അവരുടെ അർബൻ റിപ്പോർട്ട് പ്രകാരം 41% വനഭൂമിയിലാണുള്ളത്. അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖല, വന്യജീവി സങ്കേതങ്ങളുടെ ബഫർ സോൺ, പിന്നെ ഭൂപതിവ് ചട്ടങ്ങൾ, മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന കോടതി വിധികൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായിക്കൊണ്ട് ബഹുമാന അംഗം പറഞ്ഞത് ശരിയാണ്. പുതിയ അനുമതി നൽകാൻ കഴിയാത്ത സാഹചര്യം കോടതി വിധികളുടെയും നിയമങ്ങളുടെയും ഭാഗമായി വന്നിട്ടുണ്ട്. റവന്യൂ ഭൂമിയിലാണെങ്കിൽ സർക്കാരിന് ലേലം ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം പുതുതായ വ്യവസ്ഥകൾ വന്നിട്ടുണ്ട്. അത് കളക്ടർമാരുടെ NOCക്ക് അനുസരിച്ച് റവന്യൂ വകുപ്പ് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 47 വില്ലേജുകളാണ് പാരിസ്ഥിതിക ലോല പ്രദേശത്ത് വന്നിട്ടുള്ളത്. അവിടെയും നമുക്ക് നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നിലവിൽ 11 കോറിംഗ് ലീസും ഒരു കോറിംഗ് പെർമിറ്റും പീരുമേട് താലൂക്കിൽ ഒരു കോറിംഗ് ലീസ് ഇങ്ങനെയാണ് അനുവദിച്ചിട്ടുള്ളത്. പീരുമേട് താലൂക്കിൽ കാലാവധിയിൽ 2 കോറിംഗ് ലീസുകൾ നിലവിൽ പ്രവർത്തിക്കുന്നില്ല. 6 അപേക്ഷകളാണ് പീരുമേട് താലൂക്കിൽ നിന്നും. ഉടുമ്പൻചോല താലൂക്കിൽ 3 അപേക്ഷകളും ഇടുക്കി താലൂക്കിൻ്റെ അപേക്ഷയും ഇടുക്കി ജില്ലാ ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട്. അതിന് തുടർ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. പിന്നെ അതേപോലെ കുളം കുടിക്കുമെല്ലാം RDO, കൃഷി ഓഫീസർ, ജിയോളജിസ്റ്റ് ഇവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിനാണ് ചട്ടപ്രകാരം 104 പ്രകാരം അനുമതി നൽകാൻ കഴിയുന്നത്. അതിലിപ്പോൾ 51 അപേക്ഷ ലഭിച്ചിട്ടുണ്ട് ജില്ലാതലത്തിൽ. 3 എണ്ണത്തിന് അനുമതി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ചട്ടപ്രകാരം പ്രൊസീജിയറുകളെല്ലാം പാലിച്ചുകൊണ്ട് നമുക്ക് അനുമതി നൽകാൻ കഴിയുകയുള്ളൂ. അത് പരമാവധി വേഗത്തിലാക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പട്ടയത്തിന് നൽകിയിട്ടുള്ള ഭൂമിയിലെ പുതിയ ചട്ടങ്ങൾ വരുന്നതിനനുസരിച്ച് ആ ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ട് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇക്കോളജിക്കലി ഫ്രജൈലായ വിദേശ രാജ്യങ്ങളിൽ നിർമ്മാണം നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. പ്രവർത്തിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. മിക്കവാറും പാരിസ്ഥിതികമായ നിയമങ്ങളെല്ലാം സെൻട്രൽ നിയമങ്ങളാണ്. അപ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ നമുക്ക് പെടുത്താവുന്നതാണ്. രാജ്യത്തെ നിയമങ്ങളും കാലോചിതമാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാവുന്നത്. എന്തായാലും അങ്ങ് ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രസക്തമാണ്. ഇപ്പോൾ പലയിടങ്ങളിലും കടലിനുള്ളിലാണ് റിസോർട്ടുകളൊക്കെ ഉള്ളത്. പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും അത് അനുവദനീയമല്ല. അങ്ങനെ പല വ്യത്യാസങ്ങളും. എയർപോർട്ടിൻ്റെ കടലിൻ്റെ സൈഡിലാണ് എയർപോർട്ട് റൺവേ.